ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ പരിപാടി എന്താണ്? റൂം ക്ലീനിങ്. അപ്പോൾ എനിക്കിന്ന് വർക്കില്ല, എനിക്ക് ലീവാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കിയാലൊന്ന്. അപ്പോൾ ഈ തുറക്കുന്നതാണ് എൻ്റെ മണിയറ ആൻഡ് കലവറ. എങ്ങനെയാണ് എൻ്റെ റൂം? കുഴപ്പമൊന്നുമില്ല, അത് ചളി പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ കുറേ ആയിട്ട് ക്ലീൻ ചെയ്തിട്ട് ഫസ്റ്റ് നമ്മളെ പരിപാടി ബെഡ് കൊണ്ടുപോയി ഡൈനിങ് ഹാളിൽ ഇടണം. നല്ല വെയിറ്റ് ഉണ്ട്, കാണാൻ പോലെ കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ ബെഡിനെ ഉയർത്തി എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകാനിട്ട് നല്ല വെയിറ്റ് ഉണ്ട്. ഒറ്റയ്ക്ക് ഞാൻ താങ്ങി പിടിച്ച് കൊണ്ടുപോയില്ലേ. അങ്ങനെ ഞാൻ ഡൈനിങ് ഹാളിൽ കൊണ്ടുപോയി വെച്ചു ഗൈസ്, കൊണ്ടുപോയി വെച്ചോ, അവിടെ വെച്ചിട്ടോ. നെക്സ്റ്റ് നമ്മളോട് പരിപാടി റൂമത്തെ കർട്ടൻ അയക്കണം. ഇത് പഴയ കർട്ടനാണ്, കുറേ ഒരു 3-4 വർഷം എന്തായാലും ആയിട്ടുണ്ടാവും വാങ്ങി വെച്ചിട്ട്. പക്ഷെ നല്ല കർട്ടനാ. അപ്പൊ നമുക്കൊന്നൊരു അതിഥി ഉണ്ട് കേട്ടോ, നമ്മുടെ സ്വന്തം ഇട്ടിക്കുട്ടിയും പൊടക്കുട്ടിയാണ് ഇട്ടത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഡ്രസ്സൊക്കെ എല്ലാം ഒഴിവാക്കണം. അപ്പം ഓരോന്നിട്ട് എടുക്കുകയാണ്. ഇനി അടുത്തത് നമ്മുടെ റൂമിലേക്ക് ഊഷ്മളമായ കാറ്റ് കടന്നു വരണമെങ്കിൽ നമുക്ക് ജനലിന് തുറന്നിടണം, അത്യാവശ്യമാണ്. ഇത് തുറന്നിട്ട് എത്രയോ ആയി, തുറന്നിടാറില്ല, അധികം ഞാൻ തുറന്നിടാറില്ല. ഇപ്പം നല്ല വെളിച്ചവും കാറ്റും ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഇതാണ് മക്കളെ ഫസ്റ്റത്തെ ബെഡ്, ഈ താഴെ കാണുന്നുട്ടോ. ഇതാണ് എല്ലാവരും വരുമ്പോൾ ഞങ്ങൾ കിടക്കാറ്. ഇത് എന്താ ഇപ്പോൾ കുറച്ചായി ഒഴിവാക്കിയിട്ട്. ഇപ്പോൾ പെങ്ങളൊക്കെ വരികയാണെങ്കിൽ ഞാൻ പുറത്തായിരിക്കും, എൻ്റെ റൂം അവർ കയ്യേറും, ഞാൻ പുറത്താവും. അപ്പം എനിക്ക് ഒരു പായത്തൽക്കണ വേണ്ടേ കിടക്കണമെങ്കിൽ. അപ്പം ഈ ബെഡ് എടുത്തിട്ട് അവിടെ ഇടും, ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങും. അതുണ്ടാവാറ്. ഇത് പറ്റായിട്ടുണ്ട്. അപ്പം ഇത് ഉമ്മച്ചി പറഞ്ഞു, ചുടാ പറഞ്ഞു, കത്തിക്ക അല്ലെങ്കിൽ ചകിരി, ഇനി പ്ലാസ്റ്റിക് പെറുക്കാൻ പറ്റില്ലവർക്ക് അവിടെ ആർക്കും കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിച്ച് വാരി കൊണ്ടുവന്ന് ഞാൻ ഡൈനിങ് ഹാളിൽ കിട്ടും. പിന്നെ ഒരു കൈ സഹായത്തിന് എൻ്റെ കൂടെ ഇട്ടിയും ഉണ്ട്, പക്ഷെ അവനെ നോക്കാൻ ഒരാൾ വേണം. പിന്നെ നമ്മുടെ അടുത്ത പരിപാടി ഫാൻ തുടക്കൽ. അത് നല്ല തുടച്ച് വൃത്തിയാക്കി എടുക്കണം. ഭയങ്കര ചളിയും പൊടിയാണ്, കുറേ ആയി തുടച്ചിട്ടില്ല. അപ്പം ഈ കിടക്കുമ്പം ഈ മാറാലൊക്കെ കഴിയുമ്പോൾ നോക്കില്ല, അപ്പം ഇങ്ങനെ കറങ്ങുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഒന്നാമത് മടി, വർക്കില്ലെങ്കിലും തരാം. അപ്പം രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയതാണ് റൂം ക്ലീനിങ്ങിന്. അപ്പം അതുകൊണ്ട് ടൈമും പോവും, റൂം ക്ലീൻ ആയിട്ട് കിട്ടും വിചാരിച്ചു ഞാൻ. കണ്ടോ എന്ത് സുന്ദരനായിട്ട് എൻ്റെ ഫാൻ നിൽക്കുന്നത്, നല്ല കളറ്. അടുത്ത പണി നമുക്ക് മാറാമ്പില അഥവാ മാറാല തട്ടണം. പക്ഷെ നല്ല മാറാമ്പിലാണ് കേട്ടോ, കുറേ ആയി തട്ടിയിട്ട് ഞാൻ, ഒരുപാടുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, തട്ടിക്കൂട്ടണം എന്തായാലും. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ റൂം നോക്കണ വേറെ ഒന്നും കേട്ടോ, കട്ടിൽ പൊക്കണം, അവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. കട്ടിലാണെങ്കിൽ ഒടുക്കത്തെ വെയിറ്റ് വലിച്ചിട്ടാണ് കിട്ടണ്ടേ, എന്തൊരു ഗതിയിടുന്നോ. എൻ്റെ ഒടുക്കത്തെ ശക്തി യൂസ് ചെയ്തിട്ട് ഞാനൊക്കെ തള്ളി പൊന്തിച്ച് ഞാൻ എങ്ങനെയൊക്കെ ആയിട്ട്. ഇതിലൊരു ടെസ്റ്റ് ഉണ്ട്, കാണാൻ മറക്കരുത്, ഒടുക്കത്തെ ടെസ്റ്റ് ആട്ടോ അത്. അങ്ങനെ എൻ്റെ എല്ലാ ശക്തിയും പുറത്തെടുത്തിന് അത് ഒരുവിധാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാൻ കുറേ സാമഗ്രികളൊക്കെ ഉണ്ട്, അതൊക്കെ എടുക്കാം. പക്ഷെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇനി നമുക്ക് അളമാറ വാർഡ്രോബ് ഇതിനെടുത്തിട്ട് നമുക്ക് പുറത്ത് കളയണം. പുറത്ത് മീൻസ് അവിടെ വെക്കണം കൊണ്ടുപോയിട്ടോ. അപ്പം ഞാനിട്ട് നല്ല പരിശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഇത് ഭയങ്കര വെയിറ്റാണ്. അതിൻ്റെ ഉള്ളിൽ ഡ്രസ്സും ഉണ്ട്, എല്ലാം ഉണ്ട്, ഭയങ്കര വെയിറ്റാണ്. അങ്ങനെ ഞാനും കുഞ്ഞിക്കുട്ടിയും തള്ളി ഒരുവിധം പുറത്ത് ആക്കിയിട്ടുണ്ട് അതിനെ. ഇനി നമുക്ക് ഇതാ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കട്ടോ. അടുത്ത് നമുക്ക് ചൂലെടുക്കുക, അടിച്ചു വരാ, അതിന് പണി. നല്ല പൊടിയും ചളിയും ഇഷ്ടം പോലെ ഉണ്ട്, ഒരുപാടായി വൃത്തിയാക്കി. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് കേട്ടോ, ഒരുപാടായി. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുന്നത് നല്ലതാണ്. കട്ടിലിൻ്റെ താഴെ ഇഷ്ടം പോലെ മാറലുണ്ട്. പിന്നെ കുറേ കൂറ, പിന്നെ എട്ടാലി ഒക്കെ താമസിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനൊക്കെ ഒന്ന് കുളിപ്പിച്ചെടുക്കണ്ടേ, അതിന് വേണ്ടി സർഫ് എക്സൽ അത് വാങ്ങിയിട്ടുണ്ട്. അത് ഇങ്ങനെ ഇതിക്കണം, പാർത്ത് കിടണം. അതിന് മുമ്പ് നമുക്ക് ഓസ് എടുത്തുകൊണ്ടുവരാം. അത് ഞാനും ഇട്ടിക്കൂടിയും ചേർന്നാണ്ട് ഓസ് എടുക്കാൻ പോയിട്ടോ. ഓസിനെ കാണില്ല, പക്ഷെ ഒരു തകര ബന്ധിച്ചപ്പോൾ ഉണ്ടായിട്ട് വെച്ച് പൂത്തിച്ചിട്ടുണ്ട് ഓസ്. അതെടുത്ത് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട് ഇട്ടിങ്ങനെ ഓരോന്ന് കടന്നിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് കൊട്ടിയിട്ട് മണ്ണൊക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെ നെക്സ്റ്റ് നമ്മൾ ഒരു ടപ്പ് എടുത്തിട്ട് സർഫ് എക്സൽ ഇതായിട്ടോ ഇട്ടു. നമുക്ക് വെള്ളം ഇട്ട് ഒഴിക്കണ്ടേ. പിന്നെ അതിലേക്ക് നല്ലോണം വെള്ളം ഒഴിച്ചു, അതിന് പതിപ്പിച്ചാണ് എടുത്തു. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പരിപാടി എന്നാൽ കുറച്ച് വെള്ളം തെളിക്കട്ടോ കട്ടിൽമക്കും ചുമരുമക്കൊക്കെ ആയിട്ട് അങ്ങനെ നന്നായിട്ട് ആക്കി കൊടുത്തു. പിന്നെ ഒന്നും നോക്കിയില്ല, വരക്കാൻ തുടങ്ങി. നന്നായിട്ട് സോമ്പ് അത് ഇട്ട് നല്ല ഉരച്ചു ക്ലീൻ ആക്കി. പക്ഷെ നല്ല ചളിയുണ്ട്, ഒരുപാട് ചളിയുണ്ട്. അങ്ങനെ ഞാൻ ചുമര് വരക്കാൻ തുടങ്ങിട്ടോ. ചുമരിൽ ഇഷ്ടം പോലെ ചളിയുണ്ട്. ജസ്റ്റ് പെയിന്റ് പോകാത്തതിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഉരച്ചു കൊടുത്തു. അങ്ങനെ നിലത്താകെ സോമ്പതിയും വെള്ളവും ഇതൊക്കെ ഉണ്ടാവും. ഇനി അതൊന്ന് ഉരച്ച് റെഡിയാക്കി എടുക്കണം. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നിലം ഉരക്കൽ കേട്ടോ. നന്നായിട്ട് ഉരച്ചാണ്ട് വൃത്തിയാക്കണേ. പക്ഷെ നല്ല പോലെ ചളിയുണ്ട്, നന്നായിട്ട് ഉരച്ചാണ്ട് റെഡിയാക്കിട്ടോ. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ ഞാൻ അകത്ത് നന്നായിട്ട് വെള്ളം വെച്ചിട്ട് വൈപ്പർ എടുത്ത് വടിച്ചെടുക്കാൻ കേട്ടോ വെള്ളം. അല്ലെങ്കിൽ വഴുതി വീഴും, അല്ലെങ്കിൽ സോപ്പ് അത് എന്തെങ്കിലും കിട്ടും. നന്നായിട്ട് വെള്ളം യൂസ് ചെയ്തിട്ട് നന്നായിട്ട് വടിച്ചെടുത്ത അവിടെ ഒരു ചെറിയ ഹോൾ ഉണ്ട് പുറത്തേക്ക് പോകാൻ. പിന്നെ ഞാൻ ചെയ്ത് നമ്മൾ അൾമറ കൊണ്ട് വെച്ചിട്ടില്ലേ അപ്പുറത്ത്, അപ്പം അതെടുത്തിട്ട് ഫസ്റ്റ് അൾമറ ഇടണം. എന്നിട്ട് നമുക്ക് എൻ്റെ റൂമിൽ കട്ടിലിടാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ സ്പേസ് കറക്റ്റ് ആവില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് വാർഡ്രോബ് എടുത്തിട്ട് അവിടെ ഞാൻ നന്നായിട്ട് കുഴങ്ങിട്ടു. അത്രേ വെയിറ്റ് ഞാൻ എത്തിക്കുള്ളൂ. ഇനി നമ്മൾ ഉയർത്തി വെച്ച കട്ടില് സാധാ അതിലേക്ക് കൊണ്ടുവരണം. കിടക്കണമെങ്കിൽ സാധാ ഇതിലേക്ക് കൊണ്ടുവരല്ലേ പറ്റുള്ളൂ. അപ്പം കൊണ്ടുവരണം. ഞാൻ പെട്ട് പോയിട്ടുണ്ടെന്ന്. ഇനി ആ ടിസ്റ്റ് തുടങ്ങണം കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് പോയത്. അങ്ങനെ മൂത്തച്ഛി വന്ന് കട്ടിലൊക്കെ റെഡിയാക്കി തന്നു. അങ്ങനെ ലാസ്റ്റ് പ്രയത്നത്തിൻ്റെ ഒടുവിൽ നമ്മൾ റൂം റെഡിയായി ഗൈസ്, റെഡിയായി. അപ്പം നല്ല ക്ലീനിങ് കണ്ടോളൂ. അപ്പം നല്ല വൃത്തിക്കല്ലേ ഇപ്പം. അപ്പം ആഴ്ചയിലല്ല മാസത്തിലൊക്കെ ഓരോ പ്രാവശ്യമൊക്കെ ഇങ്ങനെ ആക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പം നെക്സ്റ്റ് വീഡിയോ പാർട്ട് 2 വരുന്നതായിരിക്കും.